ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. തലകുനിച്ചു തരുമ്പോ മൂർധാവിൽ തുപ്പുന്ന സ്വഭാവം കാണിക്കരുത്. അതിന് കെട്ടിയോളാണെങ്കിലും ശരി, ജനിപ്പിച്ച തന്തയാണെങ്കിലും ശരി. വന്ദനെ, വന്ന് വണ്ടി കയറ. എന്താ വന്ദനെ, എന്താ അതൊക്കെ? നീ എന്താ ഈ രാത്രി ഇവിടെ? ആരാവൻ? വന്ദനെ, ചോദിച്ചത് കേട്ടില്ലേ? ആരാ നിന്നെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചതെന്ന്? എനിക്കറിയില്ല. അല്ല, നീ എന്താ ഇവിടെ? വന്ദനെ, ചോദിച്ചത് കേട്ടില്ലേ? ഈ രാത്രി നീ എന്താ ഇവിടെയെന്ന്? വന്ദനെ, എന്താ എന്താ സംഭവിച്ചേ? അറിയണോ? കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഇനി എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. നീ വന്നേ. ഇല്ല, സഹിക്കാവുന്നതിലപ്പുറം ഞാൻ സഹിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അങ്ങോട്ടില്ല. പിന്നെ എങ്ങോട്ടെങ്കിലും പോവാം. ഒരു അത്താണിയില്ലാത്തവർക്ക് പോവാൻ എത്രയോ സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ട് എവിടേക്കെങ്കിലും ഞാൻ പൊക്കോളാം. വണ്ടി കയറ്. ജഗ, ആട്ടി ഇറക്കിയ സ്ഥലത്തേക്ക് മടങ്ങി ചെല്ലാനോ? അത്രയ്ക്ക് അഭിമാനമില്ലാത്തവളാണോ ഞാൻ? വന്ദനെ, നടു റോഡി വെച്ചൊരു വാദപ്രതിവാദത്തിനൊന്നും ഞാനില്ല. ഞാൻ കിട്ടിയ താലിയാണ് നിന്റെ കഴുത്തി കിടക്കുന്നത്. നിന്നെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഞാനാണെങ്കിൽ നിന്നെ ഇറക്കി വിടുന്നത് ഞാനായിരിക്കും. വന്ന് വണ്ടി കയറ്. ഇല്ല. വന്ദനെ, നീ അറിയാതെ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഒരു ജഗനെ മാത്രമേ നിനക്കറിയൂ. നിന്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ സ്വയം മറന്ന് കോമാളി വേഷം കെട്ടി അടന്ന ജഗനെ നീ കണ്ടിട്ടുള്ളൂ. എനിക്കുണ്ട് അന്തസ്. ലക്ഷങ്ങൾ അണികളുള്ള ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഞാൻ. എന്റെ ഭാര്യയെ തെരുവ് പെട്ടികൾ കടിച്ചു കയറി നടു റോഡിലിട്ടാൽ അത് ബാധിക്കുന്നത് എന്റെ ഭാവിയെയാണ്. തലകുനിച്ചു തരുമ്പോ മൂർധാവിൽ തുപ്പുന്ന സ്വഭാവം കാണിക്കരുത്. അതിന് കെട്ടിയോളാണെങ്കിലും ശരി, ജനിപ്പിച്ച തന്തയാണെങ്കിലും ശരി. വന്ദനെ, വന്ന് വണ്ടി കയറ. കേറാൻ.
പക്ഷെ പൂജയ്ക്കും പ്രസവത്തിനൊന്നും നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ഏട്ടാ, പ്രസവവും ചടങ്ങുകളൊക്കെ ഇവിടെ മതി. പക്ഷേ നീ എന്താ എവിടെ ഇരിക്കുന്നത്? എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല ഏട്ടാ. എന്താ പക്ഷേ നീ എന്നെ പൊട്ടം കളിപ്പിക്കാണോ? എന്നോടൊപ്പം ഉറങ്ങാൻ കിടന്നവള് പാതിരാത്രി ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കാരണവുമില്ലഞ്ഞിട്ടാണോ? ഏട്ടാ, രാത്രി ദാഹം തോന്നിയപ്പോ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നി. അതാ ഞാനിവിടെ. പക്ഷേ നീ കള്ളം പറയണമെന്ന് മനസ്സിലാക്കാൻ എനിക്ക് നിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാ മതി. എന്താ നിന്റെ സങ്കടത്തിന് കാരണം? അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണമില്ല ഏട്ടാ. പക്ഷേ നിനക്ക് പറയാൻ വേണമെങ്കിൽ ഞാൻ പറയാൻ കാരണം, നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിന്റെ ഭാഗമായി നിന്റെ വീട്ടിൽ നടക്കുന്ന പൂജയില് നിനക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ സങ്കടമല്ലേ? സങ്കടപ്പെടണ്ട, നമുക്ക് പോവാം. സത്യാണോ? ആ, ഈ പാതിരാത്രി ഞാൻ എന്റെ വർഷോട് എന്തിനാ കള്ളം പറയുന്നത്? ജഗനാണെന്ന് തോന്നുന്നു.